ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തേത് അറബികളുടെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള ബലാലിത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ട് സേമിയയും മുട്ടയൊക്കെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ട്രൈ ആക്കി നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യമേ നമ്മുടെ ബലാലിത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാൻ ചൂടായ സമയത്ത് ഇതിലേക്കൊരു 2 കപ്പ് സേമിയാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ പായസത്തിൽ എടുക്കുന്ന നോർമൽ സേമിയ ഞാനിപ്പം വറക്കാതാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണം. ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. അതായത് നെയ്യോ കാര്യങ്ങളോ ഒന്നും ഒഴിക്കേണ്ട കേട്ടോ. ഡയറക്റ്റ് ഇതുപോലെ പാൻ ചൂടായ സമയത്ത് ഇട്ടിട്ട് നല്ലപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കാം. എന്നാൽ ഒരുപാട് നമ്മൾ പായസത്തിലേക്ക് വറക്കെടുക്കുന്ന പോലെ ഓവർ ഡാർക്ക് ആക്കണം എന്നില്ല കേട്ടോ. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. അങ്ങനെ ഇതാ നമ്മുടെ സേമിയ നോക്കി അത്യാവശ്യം നല്ലപോലെ നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളത്തിന് ഒരളവൊന്നും ഇല്ല കേട്ടോ. കറക്റ്റായിട്ട് കുറച്ച് അധികമായിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക. കാരണം നമ്മളിത് ചോറൊക്കെ വെക്കുന്ന പോലെ നന്നായിട്ട് വേവിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് അധികമായിട്ട് മുകളിലോളായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നല്ല സോഫ്റ്റായി കിട്ടുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ സേമിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിതാ ഒരു അരിപ്പയിൽ കൂടി അരിച്ചിട്ട് വെള്ളം കളഞ്ഞ് മാറ്റി വെച്ചതാണ് ഇത്. ഇനിയിപ്പോൾ ഇതാ സെയിം പാൻ തന്നെ ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1.5-2 ടീസ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ട്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ഏതാണോ ഇഷ്ടമുള്ളത് ചേർക്കാം. പിന്നെ നെയ്യുടെ അളവ് കൂട്ടാം കേട്ടോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ടൊക്കെ ചേർക്കാം. അതൊക്കെ ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റി വെച്ചിട്ടുള്ള സേമിയയില്ലേ അത് മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി. ഞാനിപ്പോൾ ഒരു അരക്കപ്പ് വരെ ചേർത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു 1/4 കപ്പ് വരെയൊക്കെ ചേർക്കട്ടെ. നിങ്ങൾ നോക്കിയിട്ട് ചേർത്താൽ മതിയേ. ഇനിയിപ്പോൾ ഇതൊരു 2 നുള്ളു സാഫ്രോണ് ഞാൻ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ ചൂടുവെള്ളത്തിൽ ഒരു 10 മിനിറ്റ് മുന്നേ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു വെള്ളത്തോടു കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് ഉപ്പും ഒന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം കേട്ടോ. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ സാഫ്രോണ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു നുള്ളു മഞ്ഞൾ ചേർത്താലും മതി. നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. മഞ്ഞളൊന്നും ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ സാഫ്രോൺ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ്. അവർ ട്രഡീഷണൽ രീതിയിൽ അങ്ങനെയാണ് ചേർക്കാറ്. ഇനി ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു പഞ്ചസാരയൊക്കെ ഒന്ന് മെൽട്ടായി ഈ ഒരു ഏലക്കയുടെ ഫ്ലേവറും പഞ്ചസാരയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ സേമിയയിലും കൂടി ഒന്ന് പിടിച്ച് കിട്ടണം. അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അതിനിടയിൽ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് ഏകദേശം ഒരു 3-5 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ നമ്മുടെ സേമിയ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പം നമുക്ക് ഈ ഒരു ബലാലിത്ത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും കൂടിയും വേണം. അതും കൂട്ടി കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ ഇത് മുട്ട ഓംലേറ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിൽ തന്നെ 2 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങ് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യോ ബട്ടറോ എന്താണോ ഇഷ്ടമുള്ളതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഡയറക്റ്റ് നമ്മൾ നോർമൽ ഓംലേറ്റ് ഉണ്ടാക്കുന്നില്ല അതേപോലെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതാ ഈ ഒരു രീതിയിൽ റെഡിയാക്കി എടുത്താൽ മാത്രം മതി. എന്നിട്ട് ഇതുപോലെ നേരെ ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് നമ്മുടെ സേമിയ മിക്സില്ലേ അത് സെർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മുകളിലായിട്ട് ഇതും കൂടി ഇങ്ങനെ വെച്ചിട്ടാണ് ഇത് സെർവ് ചെയ്യുക. അപ്പോൾ ഇത് കഴിക്കുന്ന രീതി എന്ന് പറയുന്നത് ഓരോ പീസ് മുട്ട കട്ട് ചെയ്തെടുക്കുക, സേമിയയും കൂട്ടി പിടിച്ചിട്ട് ഒന്നിച്ച് കഴിക്കുക. ഇങ്ങനെയാണ് ഈ ഒരു ട്രഡീഷണൽ രീതിയിൽ നമ്മൾ ബലാലിത്ത് കഴിക്കും. അങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അല്ലാതെ സേമിയ മാത്രമായിട്ട് സെപ്പറേറ്റ് കഴിക്കുമ്പോൾ വലിയൊരു ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല, അങ്ങനെയല്ലേ പറയുക അല്ലേ. അപ്പോൾ ഈ ഒരു പേരിലും ഈ ഒരു ഐറ്റത്തിലും ഒരു വെറൈറ്റി കണ്ട് പിന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി ആയതുകൊണ്ട് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഭയങ്കര വെറൈറ്റി എന്നൊന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. എന്തായാലും അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്, നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു വേർഷൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്കിത് കഴിക്കുന്ന സമയത്ത് മുട്ട നിർബന്ധമായിട്ടും കൂട്ടി കഴിക്കണം, എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ. ചില സമയത്ത് നമുക്ക് മടിയുള്ള സമയമൊക്കെ ഉണ്ടാവുമല്ലോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്തൊക്കെ തട്ടിക്കൂട്ടാൻ പറ്റിയിട്ടുള്ള ഒരു ഹെൽത്തി ഐറ്റം തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്